പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് കോവിഡ് കാലത്തുണ്ടായ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, 2019 അവസാനത്തോടുകൂടി 2020 ആദ്യം ആണ് നമുക്ക് കോവിഡ് ഇവിടെ വ്യാപകമായിട്ട് ഉണ്ടായി തുടങ്ങിയത്. അതിനുശേഷം നമുക്ക് ലോക്ക്ഡൗൺ വന്നു. പിന്നെ നമുക്ക് ആൾക്കാർക്കാർക്കും പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായി. ഒന്ന് സാധനങ്ങൾ വാങ്ങാൻ കടയിൽ പോകാനോ മറ്റു സ്ഥലങ്ങളിലേക്ക് പോകാനോ യാതൊരു നിർവാഹവും ഇല്ലാത്തൊരു ഘട്ടത്തിലായിരുന്നു നമ്മളിരുന്നത്. ആ സമയത്താണ് കോവിഡ് പരമാവധി ആൾക്കാരിലേക്ക് സ്പ്രെഡ് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം നമുക്ക് കോവിഡ് സെൻ്ററുകൾ ഉണ്ടായി. ആശുപത്രികളിൽ തന്നെ കോവിഡ് പേഷ്യൻസിനെ കൊണ്ട് നിറഞ്ഞു. അങ്ങനെയുള്ള സാഹചര്യങ്ങളും നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഓട്ടോക്കാർക്ക് 2 പേർക്ക് പ്രത്യേക പെർമിഷൻ തന്നിട്ടുണ്ടായിരുന്നു ഈ കോവിഡ് രോഗികളെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ കൊണ്ടുപോകുന്ന സന്ദർഭങ്ങളിൽ വാർഡ് മെമ്പറിൻ്റെ സാങ്ഷൻ അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കായിരുന്നു ആ സാങ്ഷൻ കിട്ടിയിരുന്നത്. അങ്ങനെ ഞങ്ങൾ പേഷ്യൻസിനെ ഇങ്ങനെ ഓരോ ദിവസങ്ങളിൽ കൊണ്ടുപോവുകയും പേഷ്യൻസിനെ രോഗം കഴിഞ്ഞ് തിരിച്ച് കോവിഡ് സെൻ്ററിൽ നിന്ന് തിരിച്ച് വീടുകളിലാക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയിലായിരുന്നു. അങ്ങനെ ഒരു 10-50 മേളിൽ രോഗികളെ ഇതുപോലെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാനും എൻ്റെ സുഹൃത്തായിട്ടുള്ള ആളും കൂടി, 2 പേരും ഓട്ടോക്കാരാണ്. അപ്പം ഞങ്ങൾ 2 പേരും കൂടി ഒരുപാട് പേരെ രോഗികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു സന്ദർഭത്തിൽ ഒരു ചേട്ടനെ ഇതുപോലെ കോവിഡ് ഉണ്ടായിട്ട് വാർഡ് മെമ്പർ എന്നോട് വിളിച്ച് പറഞ്ഞ് അയാളെ കൊണ്ടുപോകണം, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കണം. അപ്പോൾ കൂട്ടത്തിൽ ആരുമില്ല, എന്നോടൊന്ന് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ചേട്ടൻ്റെ വീട്ടിൽ ചെല്ലുകയും അപ്പോൾ ആ ചേട്ടൻ തന്നെ വന്ന് വണ്ടിയിലൊക്കെ കയറി. അപ്പോൾ എല്ലാ രോഗികളെയും കൊണ്ടുപോകുന്ന സമയത്ത് വളരെ പ്രിക്കോഷനിലാണ് ഞങ്ങൾ പോകുന്നത്. 2 ഡബിൾ മാസ്ക് വെച്ചിട്ട് കയ്യിലും ശരീരത്തൊക്കെ സാനിറ്റൈസേഷൻ ചെയ്ത് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് ഓരോ രോഗികളെയും കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്ന സമയത്ത് ആണ് ഈ ചേട്ടനെ കോവിഡെന്ന് തന്നെ സ്ഥിരീകരിച്ചു. അപ്പോൾ ആ സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചേട്ടൻ്റെ വീട്ടിൽ ചെല്ലുകയും ചേട്ടൻ വന്ന് വണ്ടിയിൽ കയറി. അപ്പം തന്നെ പനിയും കിടുകിടുപ്പും കുളിരും എല്ലാം ഉണ്ട്. നല്ല ശരീരം വേദനയും കോവിഡിൻ്റേതായിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. നേരെ വന്ന് വണ്ടിയിൽ കയറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ചെന്ന് ചേട്ടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോണ സമയത്ത് തലകറക്കം ഉണ്ടായി. പെട്ടെന്ന് ഞാൻ കയറി പിടിച്ചു. നേരെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കുകയും കോവിഡ് തന്നെയാണെന്നുള്ളത് ഡോക്ടർ പറഞ്ഞു. അതിനുശേഷം സ്രവം കൊടുത്തിട്ട് പോന്നു. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ അന്ന് റിസൾട്ട് കിട്ടുകയുള്ളായിരുന്നു. അപ്പോൾ കൊടുത്തിട്ട് പോന്നു. നേരെ ഡോക്ടർ പറഞ്ഞു പോയി വിശ്രമിച്ചാൽ മതി, അല്ലെങ്കിൽ അവിടെ അടുത്ത് കോവിഡ് സെൻ്റർ ഉണ്ടെങ്കിൽ അവിടെ ഐസൊലേഷൻ വാർഡിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കാൻ പറയും. അങ്ങനെ നേരെ തിരിച്ചു കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് ആക്കുകയും അതിനുശേഷം അവിടെ അടുത്തുള്ള കോവിഡ് സെൻ്ററിലേക്ക് മാറ്റുകയും ചെയ്തു. അപ്പോൾ ഞാൻ പെട്ടെന്ന് കയറി പിടിച്ചത് കാരണം എനിക്ക് ഉറപ്പായിരുന്നു കോവിഡ് വരുമെന്നുള്ളത്. അങ്ങനെ ഞാൻ വീട്ടിൽ വന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം പനിയും ജലദോഷമായിട്ട് എനിക്ക് തുടങ്ങി. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു കോവിഡ് തന്നെ ഉറപ്പിച്ചു. പിന്നെ ഞാൻ പോയി ടെസ്റ്റ് ചെയ്ത ആ സമയത്ത് എനിക്ക് കോവിഡ് ആണെന്ന് തന്നെ സ്ഥിരീകരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ എല്ലാവരും ഇതുപോലെ കൊണ്ടുപോകുന്ന സമയത്ത് വളരെ പ്രിക്കോഷനിൽ ചെയ്തെങ്കിലും ഒരാളെ മാത്രം നമുക്ക് കൂട്ടത്തിൽ ആരും ഇല്ലാത്തതുകൊണ്ടാണ് കയറി ശരീരത്തിൽ പിടിക്കേണ്ടി വന്നത്. അല്ലെങ്കിൽ ആ ചേട്ടൻ തലയിറങ്ങി താഴത്ത് വീഴാൻ പോകുന്ന ഒരു സിറ്റുവേഷനിലാണ് ഞാൻ കയറി പിടിക്കുകയും അപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചു എനിക്ക് കോവിഡ് വരികയും ചെയ്യുന്നു. അതാണ് കോവിഡ് സമയത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം. അപ്പോൾ ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കാരണം ആ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഇതുപോലുള്ള ഓരോ അനുഭവങ്ങളുണ്ടാവും. അപ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവത്തെ സംബന്ധിച്ച് നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.